നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിലെ ബിജെപിയെ സംബന്ധിച്ച് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഏറെ ആവേശത്തിലാണ്. അതിലുപരി ആത്മവിശ്വാസവുമുണ്ട്. ഇത്തവണ സീറ്റ് തുറക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് അണികൾ തങ്ങളുടെ പ്രവർത്തനം അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പല മണ്ഡലങ്ങളിലും ഇത്തവണ ബിജെപിക്ക് വലിയ പ്രതീക്ഷയാണുള്ളത്. അതിനനുസരിച്ചിട്ടുള്ള പ്രചാരണ പരിപാടികളും ഇവിടെ നടക്കുന്നുണ്ട്. ഇതിനിടയിൽ വീണ്ടും ബിജെപി അണികൾക്ക് ആത്മവിശ്വാസം നൽകാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് വീണ്ടും എത്തുകയാണ്. അദ്ദേഹം ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് കേരളത്തിൽ കൊഴുകൊഴുപ്പിക്കാൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വരവ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് അദ്ദേഹം കേരളത്തിൽ പാലക്കാടും തൃശ്ശൂരും വന്നു പോയത്. അതിന് പിന്നാലെ അദ്ദേഹം തിരുവനന്തപുരത്താണ് എത്താൻ പോകുന്നത്. ഏപ്രിൽ 4 പ്രധാനമന്ത്രി വീണ്ടും കേരളത്തിൽ തിരുവനന്തപുരത്ത് എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. തിരുവനന്തപുരത്ത് റോഡ് ഷോയിലും തിരുവല്ലയിൽ പൊതുപരിപാടിയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. ഇനി തെരഞ്ഞെടുപ്പിന് നമുക്കറിയാം, ഇന്ന് മാർച്ച് 1, വെറും 8 ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. ഈ ഒരു ദിവസങ്ങളെല്ലാം തന്നെ തങ്ങളുടെ പ്രകടനം ഏറ്റവും കൂടുതൽ ശക്തി ആർജിച്ച് ജനങ്ങൾക്ക് മുമ്പിൽ പ്രകടിപ്പിക്കുന്ന ഒരു സമയമാണ് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച്. ഏതൊരു മണ്ഡലം എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ അവിടെയൊക്കെ തന്നെ സ്ഥാനാർത്ഥികൾ വളരെ ആക്റ്റീവായിട്ട് ജനങ്ങളെ കാണുന്നു, സംസാരിക്കുന്നു. ബിജെപി ആണെങ്കിൽ കഴിഞ്ഞ ദിവസം അവരുടെ പ്രകടന പത്രികയൊക്കെ തന്നെ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു വേളയിലാണ് അല്പം കൂടി ഊർജം പകരാനായിട്ട് നരേന്ദ്രമോദി കേരളത്തിൽ തിരുവനന്തപുരത്ത് എത്തുന്നത്. തിരുവല്ല, ആറന്മുള, ചെങ്ങന്നൂർ അടക്കം സമീപത്തെ പ്രധാന 10 നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർ തിരുവല്ലയിൽ പൊതുപരിപാടിയിൽ പങ്കെടുക്കും. തിരുവനന്തപുരത്ത് നഗരമധ്യത്തിലെ കിള്ളിപ്പാലം മുതൽ കരമന വരെയുള്ള 1.5 കിലോമീറ്റർ ദൂരമാണ് ഇത്തവണ റോഡ് ഷോ പറഞ്ഞിരിക്കുന്നത്. തിരുവല്ല പബ്ലിക് സ്റ്റേഡിയത്തിൽ 30,000 പേർ പങ്കെടുക്കുന്ന പരിപാടിയും പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലെ മുഴുവൻ പ്രവർത്തകർക്കും ആവേശമായി മാറുമെന്നാണ് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി അറിയിച്ചിരിക്കുന്നത്. തിരുവല്ല, ആറന്മുള, ചെങ്ങന്നൂർ അടക്കം സമീപത്തെ പ്രധാന 10 നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർ തിരുവല്ലയിലെ പൊതുപരിപാടിയിൽ പങ്കെടുക്കും. തിരുവനന്തപുരം സെൻട്രൽ, നേമം മണ്ഡലങ്ങളിലൂടെ കടന്നു പോകുന്ന റോഡ് ഷോയിലും തിരുവനന്തപുരം റവന്യൂ ജില്ലയിലെ മുഴുവൻ പ്രവർത്തകരും അണിനിരക്കും. ഒരാഴ്ചക്കിടെ 2ാമത്തെ തവണയാണ് പ്രധാനമന്ത്രി കേരളത്തിൽ പ്രചാരണത്തിനെത്തുന്നത്. കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് പാലക്കാട് നടന്ന പൊതുപരിപാടിയിലും തൃശൂർ നഗരത്തിൽ നടന്ന റോഡ് ഷോയിലും പങ്കെടുത്ത പ്രധാനമന്ത്രി മടങ്ങിയത്. അതിനുശേഷമാണ് ഇപ്പോൾ മറ്റൊരു തീരുമാനം വന്നത്. അദ്ദേഹം വീണ്ടും കേരളത്തിലേക്ക് എത്തുന്നു. ഒപ്പം തന്നെ പ്രചാരണ പരിപാടികളൊക്കെ തന്നെ നടക്കുന്ന മേഖലകളിൽ അദ്ദേഹത്തിന്റെ റോഡ് ഷോയുമുണ്ട്. പല പൊതുസമ്മേളനത്തിലും പങ്കെടുക്കും. ഇത് ബിജെപി അണികൾക്ക് വലിയ ആവേശമാണ് സൃഷ്ടിക്കാനായിട്ട് പോകുന്നത്. ഇത്തവണ ബിജെപി വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ആത്മവിശ്വാസത്തിന് അല്പം കൂടി ഊർജ്ജം പകരാനായിട്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ എത്തുന്നത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, പാലക്കാട് വന്നപ്പോഴൊക്കെ തന്നെ അദ്ദേഹം അതിശക്തമായ ഭാഷയിലാണ് പല വിഷയങ്ങളിലും അദ്ദേഹം തുറന്നടിച്ചിരിക്കുന്നത്. അദ്ദേഹം വരുന്നതിന് മുന്നോടിയായിട്ട് മലയാളത്തിൽ അദ്ദേഹത്തിൻ്റെ എക്സ് പേജിൽ വന്നിട്ടുള്ള പോസ്റ്റും ഏറെ ശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്നു. പിന്നെ പാലക്കാട് വന്ന് പ്രസംഗിക്കുന്ന വേളയിലും ചില വാക്കുകൾ അദ്ദേഹം മലയാളത്തിൽ പറയാൻ ശ്രമിച്ചതും ഒക്കെ തന്നെ വലിയ രീതിയിൽ അണികൾക്കിടയിൽ ഒരു സ്വാധീനം ചെലുത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഏതായാലും വീണ്ടും കേരളം രാജ്യശ്രദ്ധ പിടിച്ചുപറ്റാനായിട്ട് നോക്കുകയാണ്. കാരണം നരേന്ദ്രമോദിയുടെ ഒരാഴ്ചക്കിടെയുള്ള 2ാമത്തെ സന്ദർശനമാണ് കേരളത്തിൽ ഏപ്രിൽ 4 സംഭവിക്കാനായിട്ട് പോകുന്നത്. ഇത്തവണ എത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരു വാശിയേറിയ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് നേമം എന്നറിയാം. അദ്ദേഹം ഇവിടെ എത്തുമ്പോൾ അത് വലിയ രീതിയിലൊരു ആവേശമായിരിക്കും നേമം മണ്ഡലത്തിലെ ബിജെപി അണികളെ സംബന്ധിച്ചും അവിടെയുള്ള വോട്ടർമാരെ സംബന്ധിച്ചും ഉണ്ടാകാൻ പോകുന്നത്.